നമസ്കാരം. സുനിത കുക്ക് ഹൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമുക്കിന്ന് നല്ല കിടുക്കാച്ചിയൊരു രസം വയ്ക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് വെച്ചിട്ട് സ്റ്റൗവിലാണ് വെക്കുന്നത്. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഇതാ മീഡിയം സൈസുള്ള ഇഞ്ചി, കുറച്ചേറെയുണ്ട് വെളുത്തുള്ളി, ഇത്രയും കൂടെ ചതച്ചെടുക്കണം. അപ്പോൾ അത് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് രണ്ടും. ഇത് പൊളിക്കാത്ത വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ വെളുത്തുള്ളി എല്ലാം പൊളിച്ച് വെച്ച് പോയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊളിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതാണ് നല്ലത് വെളിച്ചെണ്ണയെക്കാട്ടിലും. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 നുള്ള് ഉലുവയാണ്. അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതുപോലെ തന്നെ ഒരല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകമാണ്. ഇതെല്ലാം ഇവിടെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി അതങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മീഡിയം സൈസിലുള്ള 2 തക്കാളി അതങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. 1 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് തുറന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഇപ്പം തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തില്ലേ, അതൊക്കെ കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ കൂടെ തന്നെ കിടന്ന് നന്നായിട്ട് അതങ്ങ് ഉടഞ്ഞ് ചേർന്ന് വന്നോളും. അപ്പം അതാ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുന്നു. ഇത് നല്ലതുപോലെ മൂത്ത് നല്ല മണം വരണം കേട്ടോ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൻ്റെ ഒന്നും പച്ചച്ചൊവയൊന്നും വരാൻ പാടില്ല. നന്നായിട്ടിത് മൂത്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാണ്. പിന്നെ ഈ ചട്ടിക്ക് നല്ല കട്ടിയുള്ള ചട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ചെന്നും പറഞ്ഞ് കരിഞ്ഞു പോവുകയൊന്നുമില്ല കേട്ടോ. നന്നായിട്ടിത് വാടി വഴുന്ന് നല്ല മണം വരണം. അതുവരെ നമ്മളിത് ഇളക്കി കൊണ്ടിരിക്കണം. അപ്പോൾ അത് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ അടിക്കനമുള്ള ഏതെങ്കിലും പാത്രം എടുത്താൽ നമുക്ക് ഇങ്ങനെ അടുക്കി പിടിക്കുകയൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് പേടിക്കേണ്ട, കരിഞ്ഞു പോകുന്നു പേടിക്കേണ്ട കേട്ടോ. ഇപ്പം നന്നായിട്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉണ്ട് മുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ തന്നെ നന്നായിട്ട് മൂത്ത് വരണം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കൈയെടുക്കാതെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉണ്ട് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള കായപ്പൊടി. കുരുമുളകും അങ്ങനെ തന്നെയാണ്. നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചേർക്കാം, കൂടുതൽ ചേർക്കാം, രസമല്ല. അതേപോലെ തന്നെയാണ് കായവും. അത് നമുക്ക് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് ചേർത്ത് കൊടുക്കണം. അത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണേ.
അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് അതിൽ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ രസം എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. രസം ആകുമ്പോഴത്തേക്ക് നാളത്തേക്കാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണേ. ഇനി നമുക്ക് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പുളിയാണെങ്കിലും പിന്നെ എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി ചേർക്കരുത്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്നങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് രസം അങ്ങനെ തിളപ്പിക്കാറില്ല. പക്ഷെ ഞാൻ തിളപ്പിക്കും രസം നന്നായിട്ട്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വന്നിട്ടുള്ള ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ സ്മെല്ലും അതെല്ലാം നന്നായിട്ട് നമ്മുടെ ഈ രസത്തിലൊന്ന് അലിഞ്ഞ് ചേർന്ന് വരണം, ഒന്ന് ലയിച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തിളപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തു. ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോവുകയേ ചെയ്യരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്നെ മറക്കരുത്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി അങ്ങ് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ രസം റെഡിയായി ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നാളെ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.